ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നൊരു ദിവസമെങ്കിലും ആരും അടികൂടാതിരിക്കണേ എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഓണവില്ലായി പോയാലും ഒരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്. ഇച്ചിരി അടിയും ബഹളവും വഴക്കും ഒക്കെ ഉണ്ടാവണം. ടാസ്ക് ഒക്കെ നല്ല മനോഹരമായിട്ട് ടാസ്ക് ആസ്വദിച്ച് ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ കാണാനായിട്ടിരിക്കുന്നത്. ചുമ്മാ കിടന്ന് നിസ്സാരപ്പെട്ട കാര്യത്തിനും എന്തിനൊരു കീഴ്വായി പോയാൽ പോലും അതിൻ്റെ പേരിൽ കിടന്ന് അടിയും വഴക്കും ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാണാനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അടിയും വഴക്കും ഇല്ലാത്തതിൽ വളരെയധികം ദുഃഖിതയായിട്ടിരിക്കുകയാണ് നമ്മുടെ വേദലക്ഷ്മി. ലക്ഷ്മി നമ്മുടെ സാബു മോനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താ ദേഷ്യം വരില്ലേ, നിങ്ങൾക്ക് എന്താ ദേഷ്യം വരില്ലേ, ഇതെന്താ ഇങ്ങനെ എപ്പോഴും നോക്കിയാലും ഇങ്ങനെ ചിരിച്ചാണല്ലോ കാണുന്നത്, ദേഷ്യം വെച്ച് കാണുന്നില്ലല്ലോ. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സങ്കടം, പുള്ളിക്കാരന് ദേഷ്യം വരാത്തോണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ, പിന്നെ പുറത്താണെങ്കിലും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ സാബുമോൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനൊന്നുമല്ല, ഞാൻ പുറത്താണെങ്കിൽ എനിക്ക് ദേഷ്യമൊക്കെ വരും, ഞാൻ പുറത്തുകൂടി പോകുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ലക്ഷ്മി ചോദിക്കണം, അപ്പൊ പുറത്തുകൂടി പോകുമ്പോൾ രണ്ടുപേര് തമ്മിൽ വഴക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? അപ്പൊ സാബുമോൻ പറയുന്നു, ഞാനാണെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ പറയും എന്തുവാടേ നിങ്ങൾ ഈ കാണിക്കുന്നത്, എന്തിനാ ഇങ്ങനെ വഴക്കടിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ ഇവിടെ ബിഗ് ബോസിന്റെ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എന്തോ ദേഷ്യം വരുന്നില്ല, എനിക്ക് ആരോടും ഒന്നും പറയാൻ തോന്നുന്നില്ല, അതെന്താന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുകയാണ്. പുള്ളിക്കാരത്തെ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇരുന്ന് കിഴിച്ചതും മുളച്ചതും ചോദിക്കണം, എന്തുവാ ദേഷ്യം വരാത്തത്, എന്തുവാ ദേഷ്യം വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. എടേ വേദലക്ഷ്മി, എന്തിനാടേ ചുമ്മാ ഇരിക്കുന്ന മനുഷ്യൻ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം വരുന്ന സമയത്ത് അത് ദേഷ്യപ്പെട്ടാ പോരെ? വെറുതെ നിങ്ങളെയൊക്കെ പോലെ ദേഷ്യം വരാതിരുന്നിട്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കിടന്ന് അങ്ങേര് ദേഷ്യപ്പെടണോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ദേഷ്യപ്പെട്ടാൽ മാത്രമേ നന്നായിട്ട് ഗെയിം കളിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആളുകളാണ് നല്ല ഗെയിമർ എന്നാണോ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഒരിക്കലും അല്ല കേട്ടോ. നല്ല വളരെയധികം സൈലന്റ് ആയിട്ട് നിന്നിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കും ജിസൈലിനെ പോലെ. ജിസൈൽ ആരോടും കിടന്ന് ഒരുപാട് ദേഷ്യപ്പെട്ട് നമ്മൾ കാണാറില്ല. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ തലച്ചോറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ജിസൈലിനെ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കാൻ പോലും വിരലിൽ എണ്ണാവുന്ന ചിലരല്ലാതെ എല്ലാവരും ഒന്നും ധൈര്യപ്പെടുന്നില്ല. മിക്ക ആളുകളും ജിസൈലിന് അടിമകളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാ അങ്ങനെ? അത് ജിസൈലിന്റെ ഒരു മൈൻഡ് ഗെയിമാണ്. എല്ലാവരെയും ഒരു ചരടിനകത്ത് കെട്ടി ഇട്ടിരിക്കുന്ന ജിസൈലിന്റെ മൈൻഡ് ഗെയിം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബഹളം വെച്ച് വഴക്കടിച്ച് അങ്ങനെയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മൈൻഡ് ഗെയിമാണിത്. ഇത് മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസിനുള്ളിൽ കളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയും ഗെയിം കളിക്കാം. അല്ലാണ്ട് വേദലക്ഷ്മി ഇങ്ങനെ കുത്തിയിരുന്ന് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ സാബുമോൻ വന്നതല്ലേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇപ്പൊ വന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ഓവർ ആക്ടിങ് ആണെങ്കിൽ പോലും വേദലക്ഷ്മിയും തരക്കേടില്ലാത്ത മുന്നോട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരത്തി ഓവർ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ജിഷിൻ അത്യാവശ്യം ഇപ്പോൾ ലാലേട്ടൻ വീക്കെൻഡിൽ പറഞ്ഞിട്ട് പോയതിന് ശേഷം കുറച്ച് ദേഷ്യമൊക്കെ കുറച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റൊരാളുണ്ടല്ലോ പ്രവീൺ എന്ന് പറഞ്ഞാൽ വെറും എണ്ണയായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ എന്തുവാടേ. പിന്നെ മസ്താനി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, അതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു രീതി. എന്തായാലും ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.